ഡബിൾ മോഹൻ കൊള്ളാലോ. വിലായത്ത് ബുദ്ധ എന്നാൽ ചന്ദനമരങ്ങളിലെ ഏറ്റവും ക്വാളിറ്റി കൂടിയ, ലോകത്ത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു വിഭാഗം ചന്ദനമരമാണ്. അത് റിട്ടയർഡ് അധ്യാപകനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ തൂവള്ള ഭാസ്കരന്റെ വീട്ടുമുറ്റത്തുണ്ട്. എന്നാൽ മറയൂരിലെ ലോക്കൽ ചന്ദനക്കടത്തുകാരനായ ഡബിൾ മോഹനൻ അതിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതോടെ അയാളുടെ സമാധാനം പോയി കിട്ടുന്നു. സിനിമയിലെ പോസിറ്റീവ് നോക്കിയാൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഷമ്മി തിലകൻ എന്ന നടൻ. രൂപം കൊണ്ട് മാത്രമല്ല, ശബ്ദം കൊണ്ടും പെർഫോമൻസ് കൊണ്ടും അപ്പന്റെ മകൻ എന്ന് നിസ്സംശയം പറയിപ്പിച്ച തിലകന്റെ എല്ലാ അഭിനയ പാഠവങ്ങളും പകർന്നെടുത്ത പെർഫോമൻസ് ആയിരുന്നു ഷമ്മി തിലകൻ സിനിമയിൽ കാഴ്ചവെച്ചത്. പൃഥ്വിരാജ് അല്ലാതെ മറ്റൊരു നടന് ഒരുപക്ഷെ ഡബിൾ മോഹനെ പോലൊരു മാസ് കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മാസ് എലവേറ്റഡ് രംഗങ്ങളും കിടിലൻ ഡയലോഗ് ഡെലിവറിയും നിരവധി പ്രണയരംഗങ്ങളും നിരവധി മാനസിക പ്രക്ഷോഭങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു കഥാപാത്രമാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ച ഡബിൾ മോഹനൻ. എങ്കിലും എവിടൊക്കെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ആകെ മൊത്തത്തിൽ മസാല മാത്രം കൂടി നിന്ന, എന്നാൽ ഒരു പൂർണ്ണ തൃപ്തി നൽകാത്ത ഒരു ബിരിയാണി കഴിച്ച ഫീലായിരുന്നു സിനിമ കണ്ടിറങ്ങിയപ്പോൾ. ഇടയ്ക്കുള്ള ചന്ദനക്കിടത്ത് രംഗവും ജീപ്പ് ചെയ്സ് സീനുകളും ഒക്കെ നന്നായിരുന്നു. അതുപോലെ തന്നെ ഷമ്മി തിലകനും പൃഥ്വിയും ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീനുകളും വളരെ നന്നായിരുന്നു. ക്ലൈമാക്സ് പക്ഷെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് തിയേറ്ററിൽ നിന്നും ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. പലർക്കും മനസ്സിലായിട്ടില്ല എന്ന്. എന്തായാലും പുഷ്പ 2 ആയില്ലല്ലോ എന്നുള്ള സമാധാനം മാത്രം ബാക്കി. എങ്കിലും ഒരു തവണ തിയേറ്ററിൽ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ തന്നെയാണ് വിലായത്ത് ബുദ്ധ.